നമ്മുടെ ബ്രിട്ടീഷുകാർ പണിത നേരിമംഗലം പാലം കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നെത്തുന്നത് ചീയാപ്പാറ വാട്ടർഫോൾസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ്. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്ത് കൂളായിട്ടാണ് പിന്നെ പോകുന്നത്. ചീയാപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തെത്തുന്നത് പെഴല വാട്ടർഫോൾസ് ആണ്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതും കണ്ട് നേരെ നമ്മൾ ഇനി നേരെ മൂന്നാറിലെ മഞ്ഞിലോട്ട് കയറുകയാണ്. ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ഇടുന്നവർക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്. എറണാകുളത്തു നിന്നും പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്നും പോയാൽ എന്തൊക്കെ ഇതുപോലത്തെ കാഴ്ചകൾ കാണാമെന്നും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ മുൻവശത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ നല്ല മഴയായതുകൊണ്ട് ചേച്ചിമാർ റെയിൻകോട്ടും കൊണ്ടാണ് നിൽപ്പുണ്ട്. അപ്പോൾ മേടിച്ചിട്ട് കയറണമായിരിക്കും നല്ലത്. കാരണം മല കയറണ നേരത്ത് കോട്ടില്ലെങ്കിൽ നനഞ്ഞ് കുളിയും. നമ്മൾ വനം വകുപ്പ് സജ്ജീകരിച്ച ഈ ബസ്സിലാണ് ഇവിടുന്ന് കയറി പോകുന്നത്. ഇവിടെയാണ് ടൂ വീലർ കൊണ്ടുവന്നവർ ടൂ വീലർ പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല, മഴ നനയേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ അകത്തോട്ട് വന്നു കഴിഞ്ഞാലും ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അത് കാണിച്ചു തരാം. വേണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ആ പുള്ളിക്കാരി നമ്മൾ ഗൂഗിൾ പേ വഴി പൈസ കൊടുത്താൽ മതി. ക്യൂവിലൊന്നും നിൽക്കേണ്ട ആവശ്യം മതി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ വനം വകുപ്പ് സജ്ജീകരിച്ച ബസ്സിലോട്ട് കയറുകയാണ്. ഇവിടുന്ന് ബസ്സെടുത്ത് രാജമല ഇതിലോട്ട് പോകുന്നതാണ്. അപ്പോൾ യാത്ര തുടങ്ങുകയാണ്. ഫുൾ തേയിലത്തോട്ടങ്ങളാണ്. അതും കണ്ട് നേരെ രാജമലയിലോട്ടാണ്. വനം വകുപ്പ് സജ്ജീകരിച്ച ബസ്സിൽ നിന്ന് നമ്മൾ നേരെ അകത്ത് കയറി നേരെ ചെന്ന് എത്തുന്നത് രാജമലയിലാണ്. രാജമല ചെക്ക് പോസ്റ്റിലാണ് വന്ന് എത്തുന്നത്. നമ്മൾ ഇവിടുന്ന് ആൾക്കാർ ഇവിടുന്ന് താഴ്ത്തുനിന്ന് വന്നവർ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ടിക്കറ്റ് ഇവിടെ കാണിച്ച് നമ്മൾ ഈ രാജമലയുടെ അകത്തോട്ട് കയറാവുന്നതാണ്. ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി 2695 മീറ്റർ ഉയരമുണ്ട്. ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാജമലയുടെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്.
നമ്മൾ ബസ് കയറി വന്നിട്ട് ഇവിടുത്തെ ചെക്കിങ്ങും കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ നടക്കണം രാജമലയിലോട്ട്. കണ്ട ആട് കണ്ട, നടക്കലാണ് ഇത്തിരി ടാസ്ക്. നല്ല രീതിയിൽ നടന്നോളാം, കാരണം നല്ല മലയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെയും നീലക്കുറിഞ്ഞിയുടെയും വരയാടുകളുടെയും സങ്കല്പിക്കാൻ പറ്റാത്ത മലമടുക്കുകളും എല്ലാം ചേർന്നതാണ് ഇവിടുത്തെ ഇരവിക്കുളം നാഷണൽ പാർക്കിലെ രാജമലയിലെ യാത്ര. രാജമലയിൽ നിന്നുമുള്ള യാത്ര. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തിയാണ് 1978 ഇരവിക്കുളത്തെ നാഷണൽ പാർക്ക് എന്ന പദവിയിലോട്ട് ഉയർത്താൻ കാരണം. മൂന്നാറിൽ നിന്നും 10 കിലോമീറ്റർ ഉണ്ട് ഇരവിക്കുളത്തോട്ട്. ഇവിടെ ടിക്കറ്റ് ചാർജ് 200 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. പിന്നെ ഇവിടുന്ന് ക്യാമറക്കും ഫീസ് ഉണ്ട്. ടിക്കറ്റ് എടുത്തവർക്ക് വനം വകുപ്പ് സജ്ജീകരിച്ച പ്രത്യേകം ബസ്സാണ് രാജമലയിലോട്ട് പുറപ്പെടുന്നത്. പരമാവധി ക്യൂ ഒഴിവാക്കാൻ വേണ്ടി ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഓൺലൈൻ ഇവിടെ വന്നിട്ട് ചെയ്താലും മതി. മിനിമം 2000 പേരെങ്കിലും ഈ അവധി ദിവസങ്ങളിൽ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന മേഖല കൂടിയാണ് ഈ ഇരവിക്കുളം മേഖല. 8842 അടി ഉയരമുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരവിക്കുളത്താണ്. 8 AM to 2 PM വരെയാണ് പ്രവേശന സമയവും. ഇവിടെ ഒരു പ്രത്യേക ഒരു അമ്പലമുണ്ട്. ഒരു പ്രത്യേക വൈബാണ്. അതിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു അമ്പലമുണ്ട്. അത് കറക്റ്റായിട്ട് എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞൂടാ, പക്ഷെ അകത്തോട്ട് പ്രവേശനമില്ല. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പ്രാർത്ഥിച്ചിട്ടും അകത്തോട്ട് കയറാം. നീലക്കുറിഞ്ഞി പൂക്കുന്ന മേഖലയാണ്. 12 കൊല്ലം കണ്ട നീലക്കുറിഞ്ഞി പൂക്കുന്ന മേഖലയാണ് ഈ കാണുന്നത്. പക്ഷെ പൂത്തിട്ടില്ല. 12 കൊല്ലം കൂടുമ്പോഴാണ് ഇവിടെ പൂക്കുന്നത്. വംശനാശം വരുന്ന വരയാടുകളിൽ പകുതിയും മൂന്നാറിലെ ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 800 വരയാടുകളുണ്ടെന്നാണ് കണക്ക്. 2 മാസത്തേക്ക് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ 1 പിന്നെ ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ക്ലോസിങ് പരിപാടിയും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ നോക്കിയിട്ട് വരണം, ഇത് ക്ലോസ് ആണോ ഇല്ലയെന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വരാനായിട്ട്. 10 മാസം മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇതാണ് ഇവിടം വരെ ഉള്ളൂ നമ്മുടെ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ പ്രവേശന സ്ഥലം. ഇത് വേണ്ട, ഇവിടം വരെ ഉള്ളൂ, പിന്നെ അങ്ങോട്ടില്ല.